വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഞാൻ നിങ്ങളുടെ റീന മിസ് ആണ്. 9th കുട്ടികളുടെ വീഡിയോ ഞാൻ കുറേ ആയിട്ട് അപ്ലോഡ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അധികം പേര് കാണാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. ഇപ്പോൾ ചിലരൊക്കെ ചോദിച്ചു മിസ്സിൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, പഠിക്കുക. പെണ്ണുങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ അറിയാത്ത ഒരാളാണ് ഞാൻ, അല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നും എൻ്റെ വീഡിയോസ് കാണണം, പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടി ആണ് ഇതെന്നുള്ള ഓർമ്മയിൽ നിങ്ങൾ പഠിക്കുക. പിന്നെ കൂടാതെ മിസ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് 2 വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തത്. ഇനി സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാം. താല്പര്യമുള്ള ആളുകൾ കാണാനുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നിങ്ങളൊന്ന് വീഡിയോ കാണുക. ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അത് വീണ്ടും പറയുന്നില്ല. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നുള്ള പോർഷൻ തൊട്ടിട്ടാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നോക്കൂ, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ആർ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ എൻ ആറ്റം. നെഗറ്റീവ്ലി ചാർജ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഏതൊക്കെ പാർട്ടിക്കിളാണ് ആറ്റത്തിലുള്ളതെന്നാണ് പഠിച്ചത്. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്, ദെൻ ചാർജ്ലെസ് ആയിട്ടുള്ള ന്യൂട്രോൺസ് ഉണ്ട്. ഇത് ഓരോരുത്തരും ആരാണ് ഡിസ്കവർ ചെയ്തത്, അതിൻ്റെ ഡിസ്കവറി ഒക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ എന്നിട്ടും ആറ്റത്തിന് എന്തില്ല എന്നാണ് പറയുന്നത്? ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം മിസ് പറഞ്ഞു തരാം, നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ അത് പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കണം. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞാലോ, അതല്ലേ നല്ലത്? എന്തുകൊണ്ടാണ് ചാർജ് ഇല്ലാത്തതെന്നുള്ള അതിൻ്റെ റീസണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. റീസൺ പറഞ്ഞുതരാം കേട്ടോ. വെയിറ്റ്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടെത്തി. ഇനി ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമുക്കൊരു ഇത് വേണ്ട, ഒരു ഐഡിയ വേണ്ട, എന്താണ് ഒരു ആറ്റം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂദർഫോർഡ് ഒരു മോഡൽ ഉണ്ടാക്കി. ആ മോഡലിനെ പറയുന്ന പേരാണ് പ്ലാനറ്ററി മോഡൽ എന്നാണ് പറയുക. എന്താ പ്ലാനറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? പ്ലാനറ്റ് എന്ന് സോളാർ സിസ്റ്റം ഒക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സണ്ണിന് ചുറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർബിറ്റ്സിൽ സണ്ണിൻ്റെ ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് എന്നുള്ളതല്ല, സണ്ണിൻ്റെ ചുറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സ്. അവർക്കൊരു പ്രത്യേക സ്പീഡുണ്ട്, ഒരു പ്രത്യേക ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതേപോലെയാണ് ആറ്റം എന്നുള്ളതാണ് ആര് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞത്. റൂദർഫോർഡ് എന്താണ് പറഞ്ഞത് നോക്കൂ. റൂദർഫോർഡ് ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഫൗണ്ട് ദാറ്റ് ദ ആറ്റം ഹാസ് എ സെൻറ്റർ, അല്ലേ? ആൻഡ് ഓൾ മാസ് ഓഫ് എൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ചും പഠിച്ചു. ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പഠിച്ചത് നമ്മൾ? ന്യൂട്രോൺസും പ്രോട്ടോൺസും ചേർന്നതാണ് ന്യൂക്ലിയസ്. അതായത് ആറ്റത്തിന് ഒരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിലാണ് ആറ്റത്തിൻ്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെൻറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് ഹി ഹൂ സജസ്റ്റഡ് എ മോർ ഓർ ലെസ് ആക്സെപ്റ്റബിൾ മോഡൽ ഓഫ് എൻ ആറ്റം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റൂദർഫോർഡാണ് ആദ്യമായിട്ട് ഒരു മോഡൽ കൊണ്ടുവന്നത്. ഒരിക്കലല്ല, അതിന് മുമ്പ് നമ്മൾ ഒരുപാട് മോഡൽസ് ഉണ്ട്. നിങ്ങൾ പ്ലം മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, അപ്പം അങ്ങനെ പല 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 മോഡൽസും നമ്മൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല മോഡൽസും ഉണ്ട്. പക്ഷേ അതിലൊക്കെ ചേർത്ത് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കുകൾ അതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ അല്ല ഫസ്റ്റ് മോഡൽ. അതിന് മുമ്പ് പലരും മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഏകദേശം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മോഡൽ, നമുക്കൊരു സ്വീകാര്യമായ മോഡൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റമാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. This model is also known as planetary model of atom. It can be assumed that parts of an atom are arranged as in solar system. അപ്പോൾ മിസ് പറഞ്ഞില്ലേ, സോളാർ സിസ്റ്റത്തിലെ പോലെയാണ് ഒരു ആറ്റത്തിലെ പാർട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സോളാർ സിസ്റ്റവും ആറ്റവും തമ്മിലുള്ളത് ഒരു സോളാർ സിസ്റ്റം, ഇത് ഒരു ആറ്റം. കേട്ടോ. അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ.
അല്ലേ? സെൻറ്ററിൽ സണ്ണുണ്ട്. അതേപോലെ ആറ്റം ഹാസ് എ സെൻറ്റർ. ആ സെൻറ്റർ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. അതിനാണ് വേറെ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ സൺ എന്ന് പറയുന്ന ഒറ്റ ആണേ ഉള്ളൂ ഇവിടെ. അത് പക്ഷേ മാസൊക്കെ ഇവിടെ സണ്ണിനുണ്ട്. അപ്പോൾ സണ്ണിൻ്റെ സെൻറ്റർ സണ്ണ് പോലെ ഇവിടെ എന്താ ഉള്ളത്? ന്യൂക്ലിയസ്. പക്ഷെ അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസിനുള്ളിലുള്ള ടോട്ടലായിട്ടുള്ളതിനെ നമ്മൾ ചേർത്ത് പറയുന്ന പേര് ന്യൂക്ലിയോൺസ് എന്നാണ് കേട്ടോ. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും. അതാണ് ഇവിടെ വേറെ കൊടുത്തിരിക്കുന്നത്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് രണ്ടുപേരും ഇവിടെ ചേർന്നതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ പാർട്ടിക്കിൾ നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയോൺസ്. ദെൻ ആരാണ്? പ്ലാനറ്റ്സ് ആർ റിവോൾവിങ് അറൗണ്ട് ദ സൺ. അതേപോലെ ഇവിടെ ആരാ റിവോൾവ് ചെയ്യുന്നത്? ഇവിടെ റിവോൾവ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇതെന്താ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 3D പിക്ചറാണ്. അതായത് ഒരേപോലെ ഇങ്ങനെ ഇപ്പോൾ 2D, അതായത് ഒരേപോലെ ഒരേപോലെ കറങ്ങല്ല, പല പല ഡയറക്ഷൻ. ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ കറങ്ങും. പല ഡയറക്ഷൻസിലാണ് ആര് കറങ്ങുന്നത്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ചുറ്റും കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ, സൺ ഈസ് അറ്റ് ദ സെൻറ്റർ, പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ഓർബിറ്റ്സ്. ഈ 3 പോയിൻ്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ, അതേപോലെ ആറ്റം ഹാസ് ഓൾസോ എ സെൻറ്റർ. ആ സെൻറ്ററിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. സൺ ഈസ് അറ്റ് ദ സെൻറ്റർ, ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ഓർബിറ്റ്സ്. പ്ലാനറ്റ്സ് സണ്ണിൻ്റെ ചുറ്റും കറങ്ങുന്നു. അതേപോലെ ഇവിടെ ആരാ കറങ്ങുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽസ്. ഷെൽസ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഓർബിറ്റ്സ് എന്ന് തന്നെ പറയും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഷെൽസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് പഠിക്കാം. അപ്പോൾ ഇവിടെ ഓർബിറ്റ്സിൽ കറങ്ങുന്നു, ഇവിടെ ഷെൽസിൽ കറങ്ങുന്നു. ഈ അടുത്ത് നമുക്ക് നോക്കാം എന്താണ് പ്രത്യേകത. അപ്പോൾ ദ അറ്റോമിക് മോഡൽ പ്രപ്പോസ്ഡ് ബൈ റൂദർഫോർഡ് വാസ് ജനറലി ആക്സെപ്റ്റബിൾ. പൊതുവെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോഡലിനാണ് ആര് രൂപം കൊടുത്തത്? റൂദർഫോർഡ് രൂപം കൊടുത്തത്. But according to this model, electrons should eventually collapse into the nucleus as they lose their energy while revolving within the field of attraction of the nucleus. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു? റൂദർഫോർഡിൻ്റെ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാനറ്ററി മോഡലാണ്. ഈ പ്ലാനറ്ററി മോഡലിൽ സെൻറ്ററിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? സെൻറ്റർ ദർ ഇസ് എ ന്യൂക്ലിയസ് അല്ലേ? ഈ ന്യൂക്ലിയസിനുള്ള ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണെന്ത്? ന്യൂക്ലിയോൺസ്. ബിക്കോസ് ഇതെവിടെയുള്ളത്? ന്യൂക്ലിയസിലാണുള്ളത്. അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. മനസ്സിലായി? മറക്കോ? പ്രോട്ടോൺസും എത്ര എണ്ണം എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ പറയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ചേർന്നതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ആര് ഒരുപാട് ഷെൽസ് ഉണ്ട്. ഈ ധാരാളം ഷെല്ലുകളുണ്ട്. അത് ആറ്റത്തിനനുസരിച്ചിരിക്കും. ചെറിയ ആറ്റത്തിന് കുറച്ച് ഷെല്ലേ ഉണ്ടാവും. എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനനുസരിച്ചാണ് ഷെല്ല് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ആറ്റംസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് എത്ര എണ്ണം എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഇലക്ട്രോൺസ്, ഞാൻ എന്താ പറഞ്ഞത്? ആറ്റംസ് എന്നോ, സോറി. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ പർട്ടിക്കുലർ പാത്ത്സ്. പ്രത്യേക പാത്തിലൂടെയാണ് ഇവർ പോകുന്നത്. ഈ പാത്ത് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഷെൽസ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് ത്രൂ ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. മനസ്സിലായോ? അപ്പം ഇവിടെ ഈ റൂദർഫോർഡിൻ്റെ മോഡൽ ആക്സെപ്റ്റബിൾ ആയിരുന്നു. ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റി. എന്തൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റിയത്? മാസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ന്യൂക്ലിയസ്. നമ്മൾ പഠിച്ചല്ലോ ഓരോന്നിനും മാസ്. ഇലക്ട്രോണിൻ്റെ മാസ് വളരെ നെഗ്ലിജിബിൾ ആണെന്നല്ലേ നമ്മൾ ഒരു കോളത്തിൽ പഠിച്ച ഓർമ്മയുണ്ടോ? 3 കോളങ്ങൾ പഠിച്ചത്. അപ്പോൾ ആർക്കാ കാര്യമായിട്ട് മാസ് ഉള്ളത്? പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനുമാണ് മാസ് ഉള്ളത്. ഇവരെവിടെയുള്ളത്? ന്യൂക്ലിയസിൽ. അതുകൊണ്ട് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ആണ് ആറ്റത്തിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ പർട്ടിക്കുലർ പാത്ത്സ്.
അതിനാണ് നമ്മൾ ഷെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൂദർഫോർഡിൻ്റെ മോഡൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ശാസ്ത്രലോകം അംഗീകരിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്താ ചോദ്യങ്ങൾ വന്നതെന്നറിയോ? പറയുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ബോഡിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ അവരുടെ എനർജി കുറയും അല്ലേ? സ്ഥിരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെയല്ല. പണ്ടത്തെ ഒരു ചോദ്യമാണ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന ഇലക്ട്രോൺസ് സത്യം പറഞ്ഞാൽ എന്ത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിച്ചോളൂ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ എനർജി കുറയും. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോൺ ഇങ്ങനെ പതുക്കെ വന്ന് വരും. എവിടെ വീഴും? ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയസിൽ വീണ് ആറ്റം കൊളാപ്സ് ആയി പോകും. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. ആറ്റം ഉണ്ട്, ആറ്റം അങ്ങനെ കൊളാപ്സ് ആവുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അന്നത്തെ കാലത്ത് റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡലിന് സാധിച്ചില്ല. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്ലാനറ്ററി മോഡൽ എന്നുള്ളത് പിന്നീട് തള്ളിപ്പോവാൻ കാരണം. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ദി അറ്റോമിക് മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ റൂദർഫോർഡ് വാസ് ജനറലി ആക്സെപ്റ്റഡ്. പൊതുവെ ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു മോഡലിനാണ് ആര് രൂപം കൊടുത്തത്? റൂദർഫോർഡ് രൂപം കൊടുത്തത്. ബട്ട് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഇലക്ട്രോൺസ് ഷുഡ് ഇവൻച്വലി കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ് ആസ് ദേ ലൂസ് ദെയർ എനർജി വൈൽ റിവോൾവിങ് വിത്തിൻ ദ ഫീൽഡ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇത് വൈ റൂദർഫോർഡ്സ് മോഡൽ വാസ് ഡിസ്കാർഡഡ് ബൈ ദ സയൻറ്റിഫിക് വേൾഡ് എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ആൻസറാണ്. എന്താ പറയേണ്ട ആൻസർ? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഇലക്ട്രോൺസ് ഷുഡ് ഇവൻച്വലി കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ്. കുറേ കഴിയുമ്പോൾ ഇലക്ട്രോൺസ് വന്നിട്ട് ഈ ന്യൂക്ലിയസിൽ വീണ് ആറ്റം കൊളാപ്സ് ആയി പോകും. കാരണം എന്താണ്? ആസ് ദേ ലൂസ് ദെയർ എനർജി വൈൽ റിവോൾവിങ് വിത്തിൻ ദ ഫീൽഡ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇവർ ഈ ന്യൂക്ലിയസിൻ്റെ ഫീൽഡ് ഓഫ് അട്രാക്ഷനിൽ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ എനർജി കുറയും. സ്ഥിരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനർജി കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിലേക്ക് അടുത്തടുത്ത് വന്ന് അവസാനം ഇവിടെ പോയി വീഴും, ന്യൂക്ലിയസിൽ പോയി വീഴണം. പക്ഷെ അതൊരിക്കലും സംഭവിക്കുന്നില്ല. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ ആറ്റം. Rutherford failed to give an explanation to this doubt of the scientific world. ഈ ഒരു ഡൗട്ടിനെ ക്ലിയർ ചെയ്യാൻ റൂദർഫോർഡിൻ്റെ മോഡലിന് സാധിച്ചില്ല. സോ ദിസ് മോഡൽ വാസ് ഇവൻച്വലി ഡിസ്കാർഡഡ്. അങ്ങനെയാണ് ഈ മോഡൽ എന്ത് ചെയ്യപ്പെട്ടത്? ഡിസ്കാർഡ് ചെയ്യപ്പെട്ടത്. ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലിമിറ്റേഷൻ ഓഫ് റൂദർഫോർഡ്സ് ആറ്റം മോഡൽ. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ കൂടി വരയ്ക്കണം കേട്ടോ. ഞാൻ നോട്ട്സായിട്ട് നിങ്ങൾക്ക് തരണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് ടെക്സ്റ്റ് നോക്കി പഠിക്കണം. ഇനി അപ്പോൾ റൂദർഫോർഡിൻ്റെ മോഡൽ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അടുത്ത ആൾ വന്നു. അടുത്ത ആൾ നോക്കൂ. അടുത്ത ആൾ നീൽസ് ബോർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ആറ്റത്തിൻ്റെ തിയറിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ബോർ മോഡൽ ഓഫ് ആറ്റം ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡിസ്കാർഡ് ചെയ്യപ്പെട്ട മോഡലാണെങ്കിലും ഇന്നും നമ്മൾ ബേസിക്കായിട്ട് ഇവിടെ തൊട്ടാണ് പഠിച്ചു തുടങ്ങണം കേട്ടോ. ആറ്റത്തിൻ്റെ മോഡൽ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങളിത് പഠിക്കണം. ബോർസ് മോഡൽ. നീൽസ് ബോർ പ്രൊപ്പോസ്ഡ് എ ന്യൂ അറ്റോമിക് മോഡൽ ബൈ ഗിവിങ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ടു ദ റൂദർഫോർഡ് മോഡൽ. അപ്പോൾ ഒരാളുടെ മോഡലിലുള്ള ലിമിറ്റേഷൻസ് അടുത്ത ആൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിനൊരു മോഡൽ ഉണ്ടാകുന്നത്. ദിസ് മോഡൽ ഈസ് നോൺ ആസ് ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്നാണ് പറയാം. നീൽസ് ബോറിൻ്റെ ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്നാണ് പറയാം. Bohr model is utilized for giving a lucid explanation to the features of an atom. According to Bohr model, the revolving paths traced by electrons are called orbits or shells. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സണ്ണിൻ്റെ ചുറ്റുമുള്ള പാത്തിന് നമ്മൾ ഓർബിറ്റ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്തിനെയും എന്ത് തന്നെയാണ് പറയുക? ഓർബിറ്റ്സ് എന്ന് തന്നെയാണ് പറയുക, അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയാം. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് രണ്ടും ഒന്നാണ്. ഓർബിറ്റ് ആണെങ്കിലും ഷെല്ലാണെങ്കിലും ഒരേ കാര്യമാണ്. എന്താണത്? ദ പാത്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പ്രത്യേക പാത്താണ്.
ന്യൂക്ലിയസിന് ചുറ്റുമുള്ള പാത്ത്, അതിനാണ് ഷെൽസ് എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് ഈ ബോറിൻ്റെ മെയിൻ ഐഡിയാസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് മെയിൻ ഐഡിയാസ് നോക്കൂ. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്സ് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. അത് റൂദർഫോർഡ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് പാത്തിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഹെൻസ് ഷെൽസ് ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ്. അപ്പോൾ ഓരോ ഷെല്ലിലും കറങ്ങുന്ന ഇലക്ട്രോണിന് ഒരു പ്രത്യേക എനർജി ഉണ്ട്, ഡെഫിനിറ്റായിട്ടൊരു എനർജി ഉണ്ട് അവർക്ക്. അപ്പോൾ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന് ഡെഫിനിറ്റ് എനർജി ഉള്ളത് കൊണ്ട് ഈ ഷെല്ലുകളെ നമ്മൾ ഒരു പേരൂടെ പറയും. എന്താ പറയുക? എനർജി ലെവൽസ് എന്ന് പറയും. ഇപ്പം എനർജി ലെവൽസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഇലക്ട്രോൺസിൻ്റെ പാത്ത് തന്നെയാണ്. മനസ്സിലായോ? ഇനി അടുത്ത നോക്കൂ. ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ പെർട്ടിക്കുലർ ഓർബിറ്റ്സ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഞാൻ ഒന്നുകൂടെ റിലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. റൂദർഫോർഡിൻ്റെ മോഡലിൽ നമ്മൾ അവിടെ ഉയർന്നു വന്ന ചോദ്യം എന്തായിരുന്നു? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവരുടെ എനർജി കുറഞ്ഞിട്ട് അവർ ന്യൂക്ലിയസിൽ വന്ന് വീണ് ആറ്റം കൊളാപ്സ് ആവില്ലേ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നീൽസ് ബോറിൻ്റെ മോഡലിൽ എന്താണ് പറയുന്നത്? ആസ് ലോങ് ആസ് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എത്രത്തോളം കാലം ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്നുവോ അത്രയും സമയം അതിൻ്റെ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരിക്കലും അവരുടെ എനർജി എന്ത് ചെയ്യില്ല? കുറയില്ല, കൂടില്ല. ഒരേ എനർജിയാണ്. ഒരു എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസിന് ഒരു എനർജിയാണ്. അത് കുറേ സമയത്തേക്ക് അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കൂ. ദി എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. അതായത് ന്യൂക്ലിയസിന് നിന്നും അകന്നു പോകുന്തോറും അവരുടെ എനർജി എന്ത് ചെയ്യും? കൂടി 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 വരും. ന്യൂക്ലിയസിന് അടുത്തുള്ളവർക്ക് എനർജി കുറവായിരിക്കും. അകന്ന് പോകുന്തോറും ഷെല്ലുകളുടെ എനർജി കൂടും. ഷെല്ലുകളുടെ എനർജി കൂടുമ്പോൾ അതിൽ ഇലക്ട്രോൺ എനർജി എന്ത് തന്നെയാണ്? കൂടും. മനസ്സിലായോ? The shells around the nucleus can be numbered from near the nucleus 1, 2, 3, 4 or represented by the letters K, L, M, N, O. അപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം എന്തൊക്കെയാണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്ന്. നമുക്കൊന്നുകൂടി നോക്കാം. ഞാൻ വരയ്ക്കാം, മിസ് വരയ്ക്കാം, നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം മിസ് കാണിക്കാം എങ്ങനെയാണ് ബോർ മോഡലിൻ്റെ 5 പോയിൻറ്റ്സാണ് നമ്മൾ ബോർ മോഡൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ആ 5 പോയിൻറ്റ്സ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺ, ഇതിനൊന്നും മാറ്റില്ല കേട്ടോ. അത് റൂദർഫോർഡ് പറഞ്ഞ പോലെ തന്നെയാണ് ബോർ മോഡലിലും ഉള്ളത്. പ്രോട്ടോൺസും ന്യൂട്രോൺസും സെൻറ്ററിൽ ന്യൂക്ലിയസിനുള്ളിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ അടുത്ത പോയിന്റ് പറയുന്നത്? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്ത്. ഒരു പ്രത്യേക ഇത് ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ഷേപ്പ് ആയതാണ് കേട്ടോ. അവർ സർക്കുലർ പാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. രണ്ടും ശരിയാണ്, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് പാത്ത്. ഒരു ഇലക്ട്രോണിന് ഓരോ പർട്ടിക്കുലർ പാത്ത് ഉണ്ട്, അതിൽ കൂടിയാണ് അവർ റിവോൾവ് ചെയ്യുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുക. ഇനി അടുത്തെന്താ പറയുന്നത്? ഇലക്ട്രോൺസിന് ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. ഓരോ ഇലക്ട്രോൺസിനും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ഉണ്ട്. ഈ എനർജിയിൽ ഇലക്ട്രോൺസ് ഫിക്സഡ് പാത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഓർബിറ്റ്സിന് മറ്റൊരു പേരൂടെ പറയും. എന്താ പേര് പറയുക? എനർജി ലെവൽസ് എന്ന് പറയും. എനർജി ലെവൽസ് എന്നാണ് പറയാം. മറ്റൊരു പേരാണ് എനർജി ലെവൽസ്. ഇനി ഒരു ആസ് ലോങ് ആസ് എൻ ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്. അതിൻ്റെ എനർജി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുക. അപ്പം അതുകൊണ്ട് ഇത് ഈ ഓർബിറ്റിൽ കൂടെ തന്നെയാണ് കറങ്ങുക. അതിൻ്റെ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്, ഒരു മാറ്റമില്ല. അതാണ് അടുത്ത തേർഡ് പോയിന്റ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഈ ന്യൂക്ലിയസിൽ ഇനി അടുത്ത ഷെല്ല് വരികയാണ് 2, ഇനി അടുത്ത ഷെല്ല് വരികയാണ് 3. ഓരോ ഇലക്ട്രോണിൻ്റെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഷെല്ലുകൾ വേണ്ടേ?
അപ്പോൾ അതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും വലിയ വലിയ ആറ്റങ്ങളിൽ. ന്യൂക്ലിയസിൽ നിന്നും ഇപ്പോൾ ഇത് ഫസ്റ്റ് ഷെല്ലാണ്, ഇത് രണ്ടാമത്തെ ഷെല്ലാണ്, ഇത് മൂന്നാമത്തെ ഷെല്ലാണ്. ഇതിലേക്ക് ഡിസ്റ്റൻസ് കൂടുന്തോറും അവർ ഈ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇവരുടെ എനർജി എന്ത് ചെയ്യും? ഇവരുടെ സ്പീഡ് കൂടും, എനർജി കൂടും. അപ്പോൾ അവരുടെ എനർജി കൂടിക്കൂടിയാണ് വരിക. ഷെല്ലും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഓരോ ഷെല്ലിൻ്റെയും എനർജി കൂടി വരും. ദ എനർജി ഓഫ് ഷെൽസ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. അതാണ് 4th പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 5th വൺ, ദ ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പേർഡ്. അപ്പോൾ ഫസ്റ്റ് ഈ ഷെല്ലിൽ നമ്മൾ ഫസ്റ്റ് ഷെൽ എന്നാണ് പറയാം, അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ആദ്യത്തെ ഷെല്ല്. ന്യൂക്ലിയസിൽ നിന്ന് രണ്ടാമത്തെ ഷെല്ല് നമ്മൾ സെക്കൻഡ് ഷെൽ എന്നാണ് പറയാം. ന്യൂക്ലിയസിൽ നിന്നുള്ള മൂന്നാമത്തെ ഷെല്ല് നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയോ? 3rd ഷെൽ എന്നാണ് പറയാം. പിന്നെ 4, 5, 6 ഇങ്ങനെ മുന്നോട്ട് പോകും. കൂടാതെ ഇവരെ നമ്മൾ ഒരു പേരും കൂടെ വെച്ചിട്ട് ഫസ്റ്റ് ഷെല്ലിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? കെ ഷെൽ. സെക്കൻഡ് ഷെല്ലിനെ പറയുന്ന പേരാണ് എൽ. കെ, എൽ, എം, എൻ ഇങ്ങനെ പോകും. ഇങ്ങനെ പോകും. ഇത് മറ്റൊരു പേരാണ് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയാം. ഇതിനേക്കാളും നമ്മൾ യൂസ് ചെയ്യുന്നത് കെ, എൽ, എം എന്നുള്ളതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 പോയിന്റ്സാണ് നമ്മൾ ബോർ മോഡലിൽ പഠിച്ചത്. ഇത് ബൈ ഹാർട്ട് ചെയ്യാം, ബൈ ഹാർട്ടായിട്ട് പഠിക്കും. മീൻസ് ഒന്നും കൂടെ പറഞ്ഞത് നമുക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് നോക്കൂ, മെയിൻ ഐഡിയാസ് ഓഫ് ബോർ മോഡൽ. ഒന്നുകൂടെ നോക്കൂ. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ് ഓർ ഷെൽസ്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവാട്ടോ. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, ഹെൻസ് ഷെൽസ് ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ്. ആസ് ലോങ് ആസ് എൻ ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്, ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. The energy of the shells increases as the distance from the nucleus increases. ന്യൂക്ലിയസിൽ നിന്നും ഡിസ്റ്റൻസ് കൂടുന്തോറും ഓർബിറ്റ്സിൻ്റെ എനർജി കൂടി വരും. ദി ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പേർഡ് ഫ്രം നിയർ ദ ന്യൂക്ലിയസ്. അതായത് 1, 2, 3, 4 എന്ന നമ്പർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ലെറ്ററാണ് KMLNO. അങ്ങനെ പറഞ്ഞിട്ടാണ് ലെറ്റേഴ്സ്. ഇത് വെച്ച് മിസ് നിർത്തുകയാണ്. മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ അടുത്തന്നെ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. മിസ് പറഞ്ഞതൊക്കെ ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ. ശരി.